നമസ്കാരം. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാര്യം ചില പ്രകടനങ്ങൾ കാണുമ്പോൾ, അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഗിവ് ആൻഡ് ടേക്ക് ആണ്, എന്തും കൊടുത്തു വാങ്ങാമെന്നാണ്. നല്ലത് കൊടുത്താൽ മറ്റുള്ളവരിൽ നിന്ന് നല്ലത് കിട്ടും. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അതിന് പുറത്തല്ല, മന്ത്രിമാരെ ഉൾപ്പെടെ, മന്ത്രി ശിവൻകുട്ടിയൊക്കെ ഉൾപ്പെടെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചതിന് ശേഷം അദ്ദേഹം സഭയിൽ വന്നിട്ട് അതേ ഷോ കാണിച്ചു. മുഖ്യമന്ത്രി അധിക്ഷേപിക്കുക, ആരോഗ്യമന്ത്രി അധിക്ഷേപിക്കുക, മന്ത്രിമാരെ മുഴുവൻ ഞാൻ എന്തോ ഒരു ചക്രവർത്തിയാണ്, എനിക്ക് കീഴിലാണ് അപ്പുറത്ത് ഭരണപക്ഷത്തിരിക്കുന്നവരെന്നുള്ള മനോഭാവത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രകടനങ്ങൾക്ക് ഇന്നലെ കാര്യമായിട്ട് എന്ത് ചെയ്തു, മന്ത്രി പി രാജീവ്, MP രാജേഷും അങ്ങോട്ട് എണീറ്റ് നിന്ന് മറുപടി പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. ഒരു മോങ്ങൽ ഉയർന്നു കേൾക്കുകയാണ്. ആ മോങ്ങൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആരാ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് അവിടെ നിന്ന് ഉത്തരം തരാം. മന്ത്രിമാര് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും, നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങളാണ് നടത്തിയത്. ഞാനൊരു മന്ത്രിയുടെ വകുപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഉണ്ടായി. അതിന് എന്റെ സമനില നെറ്റിയെന്നും എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ ഒരു മന്ത്രിമാരും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാരെയോ ഇതുപോലെ അധിക്ഷേപിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. എന്നിട്ട് സ്പീക്കർ അവർക്ക് എല്ലാ അവസരം കൊടുക്കുകയാണ്. അവര് പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ അതിന്റെ റെക്കോർഡ്, അസംബ്ലിയിൽ നിന്ന് തരുന്ന റെക്കോർഡ് നോക്കിയാൽ മതി. ഞാൻ പോലും സംസാരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇടപെടുന്ന സ്പീക്കർ, മന്ത്രിമാര് തുടർച്ചയായി 5 മന്ത്രിമാർക്ക് ഇന്നലെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്നെ അധിക്ഷേപിക്കാൻ, പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ക്വസ്റ്റ്യൻ അവറിൽ അവസരം കൊടുക്കുകയാണ്. ചോദ്യോത്തര വേളയ്ക്ക് 0 അവറിലല്ല, ക്വസ്റ്റ്യൻ അവറിൽ ചോദ്യോത്തര വേളയിൽ ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ. ഉത്തരം പറയുമ്പോൾ പോലും അല്ല മന്ത്രിമാർ. അവർക്ക് മൈക്ക് കൊടുത്തിട്ട് അവര് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒരു കാലത്തും ഈ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, ഭ്രാന്താണെന്ന് പറയുക, സമനില തെറ്റിയെന്ന് പറയുക. ഞങ്ങൾ എത്രയോ പ്രതിപക്ഷ നേതാക്കളും ഞങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെയൊന്നും ആരും വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിളിക്കേണ്ടി വന്നു? ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം സകലമാന പേരെയും അധിക്ഷേപിക്കുക, ഞാൻ എന്തോ സൂപ്പർ ഹീറോ ചമയിക്കുകയാണ്. സൂപ്പർ ഹീറോ ആയിട്ട് ഈ ജനങ്ങൾക്കും സോഷ്യൽ മീഡിയയിലും കയ്യടി കിട്ടാൻ ഇതാ പിണറായിയെ തകർത്ത എന്ന രീതിയിലൊക്കെ ചില വൈറൽ കട്ടുകൾക്ക് വേണ്ടി ഡയലോഗ് അടിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാവർക്കും അഭിമാനമുണ്ട്, എല്ലാവർക്കും അന്തസ്സുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമാണ്. ഈ സ്റ്റേറ്റിൻ്റെ പ്രതിപക്ഷമല്ല, ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് സഭയിലെ പ്രതിപക്ഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഭരണപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയണം. അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനോടൊപ്പം തന്നെ തിരുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അധിക്ഷേപിക്കുക എന്നുള്ളതല്ല. എനിക്ക് അധിക്ഷേപിക്കാം, എന്നെ തിരിച്ചു പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ പറഞ്ഞില്ല, ഇയാൾക്ക് ഭ്രാന്താണെന്ന് തന്നെയാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നുണകൾ? ഓരോ ദിവസവും രാഷ്ട്രീയത്തിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കില്ല എന്ന് കരുതിക്കൊണ്ട് പച്ച നുണകൾ, എത്ര നുണകൾ പുറത്തു പോകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മന്ത്രി ശിവൻകുട്ടിയെ ഇവനെന്നൊക്കെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയുടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരംശം പോലും ക്രെഡിബിലിറ്റി ഇല്ല. അങ്ങനെയുള്ള വ്യക്തി ഇരന്ന് വാങ്ങിയതാണ്. അതായത് ക്ഷമിക്കുന്നതിനില്ലേ പരിധി. നമ്മളാണെങ്കിൽ ഈ പറയില്ലേ, അളമുട്ടിയാ കടിക്കാത്ത പാമ്പുണ്ടോ, അങ്ങനെ അളമുട്ടിയിട്ടാണ് തിരിച്ചെന്ത് ചെയ്തത്, അറ്റാക്ക് തുടങ്ങിയത്. ഇത്രയും ദിവസം അതിനൊന്നും കാര്യമാക്കാതിരുന്നു. അപ്പോൾ ഇലക്ഷൻ ആയപ്പോഴത്തേക്കും PR ടീമുകൾ വെച്ചിട്ട് അദ്ദേഹം ഷോ ഓഫിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ അദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ല. അതായത് തൊട്ട് ഏത് മന്ത്രിയെക്കുറിച്ചാണ് പറയുന്നത് ഇല്ല എന്ന് പോലും അദ്ദേഹത്തിന് ബോധ്യമില്ല എന്ന് മന്ത്രി P രാജീവ് പറഞ്ഞെന്നേ. ആ പറഞ്ഞപ്പോഴത്തേക്കും അതിനെ സെൻറ്റിമെൻറ്റ്സ് ആക്കുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുള്ളൂ. ഏത് പ്രതിപക്ഷ നേതാവായിരുന്നാലും ശരി, ആ സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റേതായ മാന്യത കാട്ടേണ്ടതുണ്ട്, മര്യാദ കാട്ടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ആ കസേരയിൽ ഇരുന്ന സമയത്ത് എന്താണ് ആ ചെയറിന് കിട്ടിയ പരിഗണന എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന ഒരു വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ കസേരയിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ വാല്യൂ ഇത്രത്തോളം തകർക്കുകയും ബാക്കിയുള്ളവരെ എല്ലാം ഓടി നടന്ന് അധിക്ഷേപിക്കുകയും എന്നെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആരാ ഈ പ്രതിപക്ഷ നേതാവെന്ന് നമ്മൾ ചോദിക്കില്ലേ? ഉറപ്പായും ചോദിക്കും. അതങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരുവാ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.